കരുനാഗപ്പള്ളിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 2 നിലയുടെ കോൺക്രീറ്റ് ഉൾപ്പെടെ പൂർത്തിയായി. 5000 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ പഴയ കെട്ടിടത്തിന് പകരമായാണ് പുതിയ കെട്ടിടം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് പകരമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. 2 നിലയുടെ കോൺക്രീറ്റ് ഉൾപ്പെടെ പൂർത്തിയായി. തേപ്പ് പണി ആരംഭിച്ചു. നിലവിലുള്ള പോലീസ് സ്റ്റേഷന് സമീപം പുതുതായി നിർമ്മിച്ച കൺട്രോൾ സ്റ്റേഷന് തെക്കുഭാഗത്തായാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. 5000 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായാണ് പുതിയ സ്റ്റേഷൻ കെട്ടിടം ഉയരുക. പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നില പൂർണ്ണമായും സ്റ്റേഷൻ ആവശ്യങ്ങൾക്കായാണ് വിനിയോഗിക്കുക. സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ കാര്യാലയം, SIമാരുടെ ഓഫീസുകൾ, വയർലെസ് കമ്പ്യൂട്ടർ റൂമുകൾ ഉൾപ്പെടെ ഇവിടെയാകും പ്രവർത്തിക്കുക. 1-ാം നിലയിലാണ് ACP ഓഫീസും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ 1,85 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കേരള പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യം മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആഭ്യന്തര വകുപ്പിനും ധനകാര്യമന്ത്രിക്കും നിവേദനം നൽകുകയും ചെയ്തിരുന്നു. 2 വർഷത്തിനു മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.